നോക്കൂ, ചില സമയങ്ങളിൽ ഏറ്റവും ലളിതമായ കാര്യങ്ങളിലായിരിക്കും വലിയ ജീവിത സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുക, അല്ലേ? ഗൗർ ഗോപാൽദാസ് പങ്കുവച്ച വളരെ ചിന്തിപ്പിക്കുന്നൊരാശയമാണ് നമ്മളിന്ന് ഈ വിശകലനത്തിലൂടെ പൊളിച്ചെടുക്കാൻ പോകുന്നത്. അതായത്, നമ്മുടെയൊക്കെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ചും ഈ ലോകത്ത് നമ്മൾ അവശേഷിപ്പിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചുമുള്ളൊരു കിടിലൻ ചിന്ത. ശരി, ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കി, ഇന്ന് ഭൂമിയിൽ ഏതാണ്ട് 800 കോടിയിലധികം മനുഷ്യരുണ്ട്. പണ്ട് ജീവിച്ചു മരിച്ചുപോയവരെ കൂടി കൂട്ടിയാൽ അത് എത്രയോ കോടി വരും. പക്ഷേ ഇതിലൊരു ഭയങ്കരമായ ജൈവിക സത്യമുണ്ട്. എന്താണെന്നോ, പ്രകൃതി നമ്മെ ഓരോരുത്തരെയും ഉണ്ടാക്കിയിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടാണ്. അതായത്, നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ രൂപവും ശബ്ദവുമൊക്കെ അത്രയ്ക്ക് യുണീക്കാണ്. കോടിക്കണക്കിന് ആളുകൾക്കിടയിലും നമ്മൾ ഓരോരുത്തരും വേറിട്ടു നിൽക്കുന്നുവെന്നത് ശരിക്കും പ്രകൃതിയുടെ വലിയൊരു മാജിക് തന്നെയല്ലേ? ഗൗർ ഗോപാൽദാസ് ഇത് വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ പറയാം. നിങ്ങളുടെ വിരലടയാളം ഏറ്റവും സവിശേഷമാണ്. ഒരാളുടെ വിരലടയാളം മറ്റൊരാളുടേതുമായി പൊരുത്തപ്പെടുന്നില്ല. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായൊരു കാര്യമല്ലേ? കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാവുന്ന ഈയൊരു ചെറിയ സത്യത്തിൽ നിന്നാണ് അദ്ദേഹം വളരെ ആഴത്തിലുള്ളൊരു കാര്യം നമ്മളോട് പറയുന്നത്. ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ ചെറിയ വിരൽത്തുമ്പിലെ വരമ്പുകൾ പോലും ഈ വിശാലമായ പ്രപഞ്ചത്തിൽ വേറെ ആർക്കുമില്ല. അപ്പോ ശരിക്കും എന്താണ് ഈ വിരലടയാളം അഥവാ ഫിംഗർ പ്രിന്റ്? സത്യം പറഞ്ഞാൽ ഇത് പ്രകൃതി നമുക്ക് ഫ്രീയായി തരുന്ന ഒന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കൂടെ പോരുന്നൊരു കാര്യം. ഇതിനുവേണ്ടി നമ്മൾ യാതൊരു കഷ്ടപ്പാടും സഹിക്കുന്നില്ല. ഒരേ അച്ചിൽ വാർത്ത കോപ്പികളായിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ജീവിതകാലം മുഴുവൻ ഈ ഫിംഗർ പ്രിന്റ് നമ്മുടെ കൂടെ ഉണ്ടാകും, ഒരിക്കലും മാറില്ല. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ശരിക്കുള്ള ട്വിസ്റ്റ് വരുന്നത് ഇനിയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിൽ നിന്നും മാറി നമ്മുടെ വ്യക്തിത്വത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വിരലടയാളം എന്നത് വെറും ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമല്ലേ? ഈ ശരീരം മാത്രമല്ലല്ലോ, നമ്മുടെ ചിന്തകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ എന്ന വ്യക്തി പൂർണ്ണമാവുന്നത്. പ്രകൃതി നമുക്ക് കിടിലെന്നൊരു ശരീരം തന്നു, പക്ഷെ അതിനകത്ത് മികച്ചൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ സ്വന്തം ഡ്യൂട്ടിയല്ലേ? ഇവിടെയാണ് ഗൗർ ഗോപാൽദാസ് നമ്മളെ കൊണ്ട് ശരിക്കും ചിന്തിപ്പിക്കുന്നത്. ഈയൊരു വാചകം നിങ്ങൾ തീർച്ചയായും കേൾക്കണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിരലടയാളം അഥവാ ഫിംഗർ പ്രിന്റ് സവിശേഷമാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിമുദ്ര അഥവാ ഇംപ്രിന്റും നിങ്ങൾ സവിശേഷമാക്കണം. നോക്കണേ, ഫിംഗർ പ്രിന്റിൽ നിന്നും ഇംപ്രിന്റിലേക്കുള്ള ആ ഒരു മാറ്റം അത് അപാരമാണ്. ഫിംഗർ പ്രിന്റ് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇംപ്രിന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വ്യക്തിമുദ്ര നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, വെറുതെ ജീവിച്ചു തീർക്കാതെ എന്തെങ്കിലും സ്വന്തമായി ചെയ്യാനുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണിത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്താണ് ശരിക്കും ഈ വ്യക്തിമുദ്ര അല്ലെങ്കിൽ ഇംപ്രിന്റ് എന്ന്? ഇത് നമ്മൾ ബോധപൂർവ്വം നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയാണ്. നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ ഓർക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിമുദ്ര. നമ്മളെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ, മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്ന രീതി, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഇംപ്രിന്റ് ഉണ്ടാകുന്നത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വിരലടയാളവും ഇല്ലാതാകും. പക്ഷേ നമ്മൾ അവശേഷിപ്പിക്കുന്ന വ്യക്തിമുദ്ര അത് കാലാകാലങ്ങളോളം നിലനിൽക്കും. അതിന് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. ഒരു സൈഡിൽ നമ്മുടെ വിരലടയാകും, ജന്മനാ കിട്ടിയ പ്രകൃതിയുടെ ഒരു ഗിഫ്റ്റ്. നമ്മൾ ചുമ്മാതിരുന്നാലും അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്നാൽ മറ്റേ സൈഡിൽ നോക്കിയാൽ നമ്മുടെ വ്യക്തിമുദ്രയാണ്. അത് നമ്മുടെ സ്വന്തം പ്രയത്നമാണ്. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്ന്. നമ്മുടെ ശരീരം യുണീക്കാണെന്ന് പ്രകൃതി ഗ്യാരണ്ടി തരുന്നുണ്ട്. എങ്കിലും നമ്മുടെ വ്യക്തിത്വം യുണീക്കാക്കേണ്ടത് പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പവർ ശരിക്കും ഈ വ്യക്തിമുദ്രയിലാണുള്ളത്. പക്ഷേ ഇവിടെയാണ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. എങ്ങനെയൊക്കെ പ്രകൃതി നമ്മളെ ഇത്രയും സ്പെഷ്യലായി, തികച്ചും വ്യത്യസ്തരായി പടച്ചുവിട്ടിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഒരു യുണീക്നെസ് നിലനിർത്താൻ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? നമ്മളൊക്കെ എന്തിനാ എപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയും ചുറ്റുപാടുമൊക്കെ നമ്മളെ മറ്റാരൊക്കെയോ ആകാനല്ലേ ഫോഴ്സ് ചെയ്യുന്നത്? എല്ലാവർക്കും ഒരേപോലുള്ള വസ്ത്രം മതി, ഒരേപോലത്തെ ലൈഫ് സ്റ്റൈല് മതി. പ്രകൃതി തന്ന ആ സ്പെഷ്യാലിറ്റി നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണോ തോന്നിപ്പോവും. ഇതൊരു വലിയ ട്രാപ്പാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഗൗർ ഗോപാൽദാസ് വളരെ സ്ട്രോങ് ആയ ഈയൊരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മറ്റുള്ളവരെ എന്തിനു നോക്കണം? ശരിക്കും നമ്മുടെ നെഞ്ചത്തുകൊള്ളുന്നൊരു ചോദ്യമല്ലേ അത്? മറ്റുള്ളവരെ കോപ്പിയടിക്കുന്ന നമ്മുടെ ഈ ശീലത്തെ അദ്ദേഹം നേരിട്ട് തന്നെ ചോദ്യം ചെയ്യുകയാണ്. നോക്കൂ, നിങ്ങളുടെ വഴി നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വേറെ ആരുടേതുമല്ല. പിന്നെന്തിനാ നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒഴിഞ്ഞു നോക്കുന്നത്? മറ്റൊരാളുടെ വഴിയിലൂടെ നടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതാണ് സത്യം. സത്യത്തിൽ ഈ അനുകരിക്കുക അഥവാ കോപ്പിയടിക്കുക എന്നത് ഭയങ്കരമായൊരു കെണിയാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ അവരുടെ ആഗ്രഹങ്ങളെ കടമെടുക്കുകയാണ്.
സ്വന്തം കഴിവെന്താണെന്നോ സ്വപ്നം എന്താണെന്നോ പോലും അറിയാതെ മറ്റൊരാളുടെ സക്സസ് അതുപോലെ കോപ്പിയടിക്കാൻ നോക്കുന്നു. അവസാനം എന്ത് സംഭവിക്കും? നമ്മൾ ജനിച്ചപ്പോൾ പ്രകൃതി തന്ന ആ ഒരു ഒറിജിനാലിറ്റിയെ നമ്മൾ തന്നെ നശിപ്പിച്ചു കളയുന്നു. മറ്റൊരാളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയായി മാറാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രകൃതി നിങ്ങളെ ഒരു കോപ്പിയായിട്ടല്ല സൃഷ്ടിച്ചത്, കോടിക്കണക്കിന് ആളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ ഒരാളായിട്ടാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വേറൊരാളുടെ വെറുമൊരു കോപ്പിയായി മാറാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത്? ഈ ഒരു ചോദ്യം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. മറ്റുള്ളവരെ അനുകരിക്കാതെ നിങ്ങളിലെ യഥാർത്ഥ നിങ്ങളെ കണ്ടെത്തുക. നിങ്ങളുടേത് മാത്രമായ ആ മുദ്ര ഈ ലോകത്ത് പതിപ്പിക്കുക. ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളായി തന്നെ ജീവിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.